1945 ഒരു ക്രിസ്മസ് രാവ് വെസ്റ്റ് വെർജീനിയയിലെ തണുത്തുറഞ്ഞ രാത്രിയിൽ ആ വീടിനുള്ളിൽ സംഭവിച്ചത് എന്താണ് എന്ന ചോദ്യം ലോകം മുഴുവൻ ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പറഞ്ഞു വരുന്നത് അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൾഡ് കേസുകളിൽ ഒന്നായിട്ടുള്ള സോഡർ ചിൽഡ്രൻസിന്റെ ഡിസപ്പിയറൻസിനെ കുറിച്ചാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങോട്ടേക്കെന്നില്ലാതെ അപ്രത്യക്ഷരായ കുട്ടികൾ. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ പൂർണ്ണമായി ഒരു വീടിനുള്ളിൽ നിന്ന് കുട്ടികളെ കാണാതാവുന്നു. എന്താണ് ആ കുട്ടികൾക്ക് അന്നത്തെ രാത്രിയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് എന്താണ് അന്ന് സംഭവിച്ചത്? ഈ ഒരു കേസിനെ പറ്റിയിട്ട് വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. ഡിസംബർ 24, 1945. വീടിനുള്ളിൽ ആകെ ക്രിസ്മസ് ആരവങ്ങളും ക്രിസ്മസ് ലൈറ്റുകളുടെ വെളിച്ചവും പരന്നിരിക്കുന്നു. ജോർജ് സോഡറും തൻ്റെ ഭാര്യയായിട്ടുള്ള ജെന്നിയും അവരുടെ 10 മക്കളും ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള സന്തോഷത്തിൽ മുഴുകിയിരിക്കുന്ന സമയം. എന്നാൽ അവരുടെ വീടിന് പുറത്ത് ശത്രുതയുടെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നത് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറ്റാലിയൻ ഏകാധിപതിയായിരുന്ന മുസോളിനിയെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതിനെ തുടർന്നിട്ട് ജോർജിനെതിരെ വധഭീഷണികൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി കിടക്കാൻ പോയിരുന്ന ജെന്നി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീട് അന്ന് രാത്രി ഒരു ശവപ്പറമ്പായി മാറുമെന്ന്. അങ്ങനെ സമയം അർദ്ധരാത്രി 12:30 ആയിരിക്കുന്നു. അർദ്ധരാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വീടിനുള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ജെനി എഴുന്നേറ്റ് വന്ന് ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മറുവശത്ത് ഒരു ചിരിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. എന്നാൽ ഒരു സാധാരണ രീതിയിലെ ഒരു മാനുഷികമായ രീതിയിലുള്ള ഒരു ചിരി ആയിരുന്നില്ല, മറിച്ച് ഒരു മരണത്തിന്റെ വിളംബരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വാർണിംഗ് എന്ന രീതിയിലുള്ള ഒരു ചിരി ആയിരുന്നു ജെനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നിട്ട് ഗ്ലാസുകൾ പൊട്ടുന്ന ശബ്ദവും ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വളരെയധികം വികൃതമായിട്ടുള്ള ക്രീപ്പി ആയിട്ടുള്ള സൗണ്ടുകളാണ് പിന്നീട് കേൾക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിനെ തുടർന്നിട്ട് ഇത് ആരെങ്കിലും അറിയാതെ വിളിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു റോങ് നമ്പർ ആയിരിക്കാം എന്നുള്ള രീതിയിൽ ജെനി കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയം മുതൽ അവരുടെ ആ ഒരു വീട് ഒരു വലിയ കെണിയിലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെ കോള് കട്ടായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് എന്തോ ഒരു ഭാരമുള്ള വസ്തു താഴേക്ക് വീഴുന്നതായിട്ടുള്ള വലിയൊരു ശബ്ദം കേൾക്കപ്പെടുകയാണ്. അതിനെ തുടർന്നിട്ട് ആ ഒരു വീടിനുള്ളിൽ ശക്തമായ രീതിയിൽ പുകയുടെ മണം ഇരച്ചു കയറാനായിട്ട് ആരംഭിച്ചു. ഈ ഒരു സമയത്ത് ജോർജും തൻ്റെ ഭാര്യയായിട്ടുള്ള ജെന്നിയും ഞെട്ടി എണീക്കുന്ന സമയത്ത് അവർ കാണുന്നത് തങ്ങളുടെ എല്ലാമായിരുന്ന വീട് തീഗോളമായിട്ട് തങ്ങൾക്ക് മുൻപിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അറ്റാക്ക്, അവരെ കൊല്ലണമെന്ന് കരുതി തന്നെ ആ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു അറ്റാക്ക് ആയിരുന്നു അത്. കാരണം ആ ഒരു സമയത്ത് ജോർജും തൻ്റെ ഭാര്യയായിട്ടുള്ള ജെന്നിയും രക്ഷപ്പെടാനായിട്ട് തൻ്റെ ട്രക്ക് ഉപയോഗിക്കാൻ നോക്കുന്ന സമയത്ത് ആ ട്രക്കുകളൊന്നും തന്നെ സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. ആ ദിവസം വരെ യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ ജോർജ് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൻ്റെ വാഹനം ആ ഒരു സമയത്ത് വർക്കാവാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. കൂടാതെ ആരെങ്കിലും ഹെൽപ്പ് ലൈനിൽ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഫോണിൻ്റെ ലാൻഡ് ലൈനിൻ്റെ ആ ഒരു ലൈൻ കണക്ഷൻസ് ഒക്കെ ആരോ പുറത്തു നിന്ന് മുറിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയായിരുന്നു അത്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നെയ്ബേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു വീട്ടിലെ തീ പൂർണ്ണമായിട്ട് ജോർജ് അണയ്ക്കുകയാണ്. തീ അണച്ചതിന് ശേഷം ജോർജ് ആദ്യമായിട്ട് ഓടിച്ചെന്നിട്ടുണ്ടായിരുന്നത് മുകളിലത്തെ നിലയിലേക്കായിരുന്നു. കാരണം തൻ്റെ 5 കുട്ടികൾ മുകളിലത്തെ നിലയിലായിരുന്നു ഉറങ്ങാനായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മുകളിലത്തെ നിലയിലേക്ക് വിഷമത്തോടും അതുപോലെ തന്നെ വളരെയധികം പരിഭ്രമത്തോടും കൂടിയിട്ട് ഓടിച്ചെന്നിട്ടുണ്ടായിരുന്ന ജോർജ് കാണുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ആ ഒരു നിലയിൽ ആരെയും തന്നെ കാണാനില്ല. പൂർണ്ണമായിട്ട് കത്തിച്ചാരമായിട്ടുള്ള ചാരം മാത്രമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ തൻ്റെ മക്കൾക്ക് അഗ്നിബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ മക്കള് അഗ്നിക്കകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും പെട്ടെന്ന് ഇത്രയധികം ചാരമായിട്ട് മാറുകയില്ല. ശാസ്ത്രലോകത്തിനും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനോടുമൊക്കെ അന്വേഷിച്ച സമയത്ത് ഒരു കാരണവശാലും ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള ബോഡി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരിക്കലും ചാരമായി മാറില്ല എന്നുള്ള അപ്ഡേഷൻസ് ആയിരുന്നു ജോർജിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ആ മുകളിലെ 5 കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്?
അവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ 5 കുട്ടികളുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള പൊള്ളലും ഏൽക്കുകയോ അല്ലെങ്കിൽ ആ 5 കുട്ടികൾ തീയിൽ വെന്ത് മരിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ എവിടേക്കാണ് ആ 5 കുട്ടികൾ കാണാതായത്? ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് പിന്നീട് ആർക്കും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ആ 5 കുട്ടികളുടെ ശരീര അവശിഷ്ടങ്ങളോ അസ്ഥികളോ മറ്റ് എല്ലിൻ്റെ ഭാഗങ്ങളോ തുടങ്ങി യാതൊന്നും തന്നെ ആ ചാരത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ആ കുട്ടികളുടെ മേൽ അഗ്നി ഏറ്റിട്ടില്ല. അങ്ങനെ സംഭവം നടന്ന് വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം ജെന്നിയെ തേടിയിട്ട് ഒരു അസാധാരണമായിട്ടുള്ള കത്ത് വരികയാണ്. ആ ഒരു കത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ഫോട്ടോയായിരുന്നു. കാണാതായിട്ടുള്ള തൻ്റെ 5 കുഞ്ഞുങ്ങളിൽ ഒരാളായിട്ടുള്ള ലൂയിസിന്റെ മുഖഭാവവുമായിട്ട് അസാധാരണമായ രീതിയിൽ സാമ്യമുള്ള ഒരു യുവാവിൻ്റെ ചിത്രമായിരുന്നു അത്. എന്നാൽ ആ ഒരു ചിത്രം തങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണം സംഭവിക്കുമെന്ന് ആ ഒരു കുടുംബം വിശ്വസിച്ചു. തങ്ങളുടെ ജീവിതം മുഴുവൻ ആ ഒരു 5 കുരുന്നുകളെ തേടിയായിരുന്നു അവർ പിന്നീട് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ വീടിന് മുൻപിൽ ഇതിനെ തുടർന്നിട്ട് അവരൊരു ബോർഡ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോർഡ് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലകൊള്ളുകയാണ്. എന്താണ് ആ 5 കുട്ടികൾക്ക് സംഭവിച്ചത് എന്നുള്ള വലിയൊരു ചോദ്യം ഇന്നും ആർക്കും തന്നെ ഉത്തരം കിട്ടാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ 5 കുട്ടികൾക്ക് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് അവർ തീക്കുള്ളിൽ വെന്ത് ചാമ്പലായിട്ടുണ്ടാകുമോ? അതോ മറ്റെന്തെങ്കിലും അദൃശ്യമായ ഒരു ഇരുണ്ട ശക്തി അവരെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് അകറ്റിയിട്ടുണ്ടാവുമോ? ഈ ഒരു ചോദ്യം 80 വർഷത്തിന് മുകളിലായി ഇന്നും ലോകം ഉയർത്തുന്ന ചോദ്യമാണ്. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് see you in the next chapter. Until then, it's me Jaswin from Secret Book signing off.